പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മാസ്റ്റർ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 17ാമത്തെ മാസ്റ്റർ ക്ലാസ് ആണ് നമുക്ക് ഇന്ന് ക്ലാസ്സിലൂടെ കിട്ടുന്നത്. വരാനിരിക്കുന്ന 2026 മുഴുവൻ പരീക്ഷകൾക്കും ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്, ഒരു കോർ ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. നവോത്ഥാന സംഘടനകളെ കുറിച്ചാണ് കേട്ടോ. നവോത്ഥാന സംഘടനകളിൽ NSS ഉണ്ട്, SNDP ഉണ്ട്, സമത്വ സമാജമുണ്ട്, യോഗക്ഷേമ സഭയുണ്ട്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ പരീക്ഷകളുടെ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ആദ്യ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് സമത്വ സമാജത്തെ കുറിച്ചാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് സമത്വ സമാജം. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത്, ജാതീയമായ ചിന്തകൾ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലത്ത് മനുഷ്യരെല്ലാവരും സമന്മാരാണ് എന്ന ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന. വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിലാണ് 1836 ഇങ്ങനെ ഒരു സംഘടന ആരംഭിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലാണ്, അതായത് ശുചീന്ദ്രം എന്ന് പറയുന്ന കന്യാകുമാരി ജില്ലയിൽ, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഈ ഒരു സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത്. ശ്രദ്ധിക്കേണ്ടത്, സമത്വ സമാജം സ്ഥാപിക്കുന്നതിന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് ജാതീയ വ്യവസ്ഥ കൊടുമ്പരി കൊണ്ടിരുന്ന ഒരു സമയത്ത് മനുഷ്യരെല്ലാവരും ഒന്നാണ്, അല്ലെങ്കിൽ സമന്മാരാണ് എന്ന ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സംഘടനയാണ്. ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടത്, സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് ആരംഭിച്ചത്? അത് ആരംഭിച്ചത് ശുചീന്ദ്രത്തിലാണ്. അത് കന്യാകുമാരി ജില്ല, തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ആരംഭിച്ചത്. വൈകുണ്ഠസ്വാമികളാണ് ആരംഭിച്ചത്. തുടങ്ങിയ വർഷം 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് ഈ ഒരു സമത്വ സമാജത്തെ പരിഗണിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന സംഘടന SNDP കുറിച്ചാണ്. SNDP എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സ്ഥാപകൻ ആരാണ്? നമ്മുടെ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ സ്ഥാപകൻ. സ്ഥാപിതമായ വർഷം 1903 മെയ് 15 SNDP എന്ന് പറയുന്ന സംഘടന ആരംഭിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. കൃത്യമായ സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയമായ സംഘടനയായിരുന്നു എന്നതാണ് SNDPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കൃത്യമായ ഒരു ഭരണഘടനയുണ്ട്, കൃത്യമായ പ്രവൃത്തി പദ്ധതിയുണ്ട്, കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുണ്ട്. ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു ആദ്യത്തെ നവോത്ഥാന സംഘടന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ് SNDP. SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. അതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു. എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? 1903 മെയ് 15 ആരംഭിച്ചത്. കൃത്യമായ പ്രവൃത്തി പദ്ധതികളുള്ള, കൃത്യമായ ഭരണഘടനയുള്ള, കാലാകാലങ്ങളിൽ കൃത്യമായ കാലയളവുകളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമുള്ള ഒരു ജനകീയ സംഘടനയായിരുന്നു SNDP. ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആസ്ഥാനം കൊല്ലമാണ് എന്നതും കൂടി ഓർക്കണം. ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. അതും പഠിക്കണം. ശ്രദ്ധിക്കണം, കുമാരനാശാനാണ് ആദ്യത്തെ സെക്രട്ടറി. എന്നാൽ
കുമാരനാശാൻ SNDPയുടെ പ്രസിഡന്റ് ആകുന്നുണ്ട്. അത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1923. കുമാരനാശാൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആയ വർഷം 1923. ആദ്യത്തെ അപ്പം ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. എന്നാൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. എന്നാൽ കുമാരനാശാൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആകുന്നത് 1923. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. നോക്കൂ, SNDP യോഗത്തിന്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നതാണ് വാവൂട്ട് യോഗം എന്നറിയപ്പെടുന്നത്. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന സംഘടന അല്ലെങ്കിൽ സമിതിയാണ് വാവൂട്ട് യോഗം. അപ്പോ SNDP തുടങ്ങിയ വർഷം വളരെ ഇമ്പോർട്ടന്റ്, ആജീവനാന്തകാല അധ്യക്ഷൻ വളരെ ഇമ്പോർട്ടന്റ്. എന്നാൽ കൃത്യമായ ഭരണഘടനയും കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ കൃത്യമായ കാലയളവുകളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആദ്യത്തെ സംഘടന എന്ന് വേണമെങ്കിൽ SNDPയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. എന്നാൽ SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. കുമാരനാശാൻ ഈ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആകുന്നത് 1923. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നാണ് ഈ വാവൂട്ട് യോഗത്തെ അറിയപ്പെടുന്നത് എന്നതും കൂടി ഓർത്തു വെക്കണം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായത്. അരുവിപ്പുറം ക്ഷേത്രയോഗം നടന്ന വർഷം 1898. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ടത്, ഏതൊരു സംഘടനയുടെയും വളർച്ചയ്ക്കും ആ സംഘടനയുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിനും ഒരു പത്രമുണ്ടാകും. അത്തരത്തിലൊരു പത്രമാണ് വിവേകോദയം, SNDPയുടെ ആദ്യത്തെ മുഖപത്രം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ്. ആദ്യത്തെ മുഖപത്രം വിവേകോദയം ആണ്. ശ്രദ്ധിക്കണം, SNDPയുടെ ആദ്യത്തെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയവും SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം എന്ന് പറയുന്നത് യോഗനാഥവുമാണ്. SNDP എന്ന് പറയുന്ന ആ ഒരു അടുക്കും ചിട്ടയുമുള്ള കൃത്യമായ ഭരണഘടനയുള്ള ഒരു സാമൂഹിക സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. അത് രൂപീകരിക്കപ്പെട്ട വർഷം 1898. SNDPയുടെ ആദ്യത്തെ മുഖപത്രം വിവേകോദയം. എന്നാൽ ഇപ്പോൾ യോഗനാഥം. ഇതെല്ലാം PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിന്റെ പ്രത്യേകത, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ ഇമ്പോർട്ടൻ്റ് ആയത് അറിയാതെ പോകരുത് എന്നതാണ് പ്രധാനം. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഹൈക്കോടതി ഹോട്ട് ടോപ്പിക്കാണ്, കിഡിലം ടോപ്പിക്കാണ്. ഇത് പഠിക്കണം, പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവരുത്. അങ്ങനെ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹൈക്കോടതി. ഞങ്ങൾ മാസ്റ്റർ ക്ലാസ്സിലൂടെ വളരെ വിശദമായി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. 1956 ശേഷമുള്ള കേരള ചരിത്രം, അതായത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, അതിലെ ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾ ഏതായിരുന്നു പഠിക്കണം. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന് ശേഷം വരുന്ന ഇന്ത്യയെക്കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട്. അതിനൊരു ചോദ്യം ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ജനിതക ശാസ്ത്രം, DNA ഇപ്പോൾ സ്ഥിരമായി ചോദിക്കാൻ കാരണം 10ാം ക്ലാസ്സിന്റെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് പീരിയോഡിക് ടേബിൾ, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ, ആധുനിക പീരിയോഡിക് ടേബിൾ, ആസൂത്രണ കമ്മീഷൻ, അന്തസ്രാവി വ്യവസ്ഥകളുടെ 3 ക്ലാസ്സുകൾ, വന്യജീവി സങ്കേതം, സുപ്രീം കോടതി, വൈക്കം സത്യാഗ്രഹം, ഭരണഘടനയിലെ റിട്ടുകൾ, ഇത്രയും നമ്മൾ കൃത്യമായി ക്ലാസ് തന്നിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായോ? മാസ്റ്റർ ക്ലാസ്സിന്റെ 17ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ നവോത്ഥാന സംഘടനകളെ കുറിച്ചാണ്. ഈ ഒരു ഇത്രയും ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് മിക്കവാറും പരീക്ഷകളിലെ ഏകദേശം ഒരു 5നും ഒരു 7നും ഇടയിലുള്ള ചോദ്യങ്ങൾ കിട്ടും എന്നാണ്. അതായത് ഹോട്ട് ടോപ്പിക്കുകൾ, നമുക്ക് സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, അതവിടെ ഇരുന്നോട്ടെ, അത് നമ്മൾ പഠിക്കണം. പക്ഷേ ഈ സിലബസ് പഠിക്കുന്നതിനോടൊപ്പം ഹോട്ട് ടോപ്പിക്ക് കൃത്യമായി പഠിച്ചു പോകണം. അതിനുവേണ്ടി ഹാജാസ് ക്ലാസ്സസ് തയ്യാറാക്കുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ആണ് യൂട്യൂബിലൂടെ നമുക്ക് ഇതിപ്പോൾ 17ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു കുറവ് വരുത്താതെ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളായി കൃത്യമായി കണ്ടുവരാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പരീക്ഷകൾ എഴുതി നോക്കേണ്ടതുണ്ട്. 20ാമത്തെ ക്ലാസ് ആകുമ്പോൾ
ഇതുവരെ പഠിപ്പിച്ച മുഴുവൻ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തി ഒരു പരീക്ഷ 50 മാർക്കിൻ്റെ പരീക്ഷയുണ്ടാവും. അവിടെ നമുക്ക് 1 മാർക്ക് കുറഞ്ഞു പോകരുത്. SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇത്രയും ടോപ്പിക്കിൽ നിന്നും നമ്മൾ ഈ കാണുന്ന ഇത്രയും ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് SCERT ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല ഗംഭീരമായ പരീക്ഷ 50 മാർക്കിൻ്റെ പരീക്ഷ ലൈവായി നമ്മൾ നടത്തും. അതിനു മുമ്പ് ഇത്രയും ടോപ്പിക്ക് പഠിച്ച് ഹാജാസ് ക്ലാസിൻ്റെ ടെലഗ്രാമിൽ ഞാൻ എക്സാം ഡേറ്റ് അറിയിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് തയ്യാറായി വരിക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു നവോത്ഥാന സംഘടനയുടെ പേരാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ, അതായത് യോഗക്ഷേമ സഭയുടെ സ്ഥാപകനാണ് VT ഭട്ടതിരിപ്പാട്. എന്നാൽ ശ്രദ്ധിക്കണം, 1908 ഈ ഒരു യോഗക്ഷേമ സഭ ആരംഭിക്കുന്നത്. യോഗക്ഷേമ സഭയുടെ യോഗത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ വേദിയാണ് ആലുവ. ഓക്കെ, എന്നാൽ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ്. എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭ ആരംഭിച്ച വർഷം 1908. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ എന്നാണ് പറയുന്നത്. എന്നാൽ PSCയുടെ ചോദ്യപ്രകാരം യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ എന്നും ചോദിക്കാറുണ്ട്. അപ്പം പ്രധാന പ്രവർത്തകൻ എന്നുള്ളതാണ് യഥാർത്ഥം. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആലുവയിലാണ്. മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. എന്താണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. മുഖപത്രം, നമ്മൾ നേരത്തെ മുഖപത്രം SNDPയുടെ മുഖപത്രം ഓർമ്മയുണ്ട്, ഇപ്പോഴത്തെ പത്രം എന്താണെന്ന് ഓർമ്മയുണ്ട്. എന്നാൽ ഇതേപോലെ ഇവിടെയും ചോദിക്കാറുണ്ട് യോഗക്ഷേമ സഭയുടെ മുഖപത്രം. എല്ലാം കൂടി നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. വിവേകോദയം, യോഗ, ഇതൊന്നും നമ്മൾ കൺഫ്യൂഷൻ ആയി പോകരുത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. ഏതാണ്? മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. മംഗളോദയത്തിന്റെ ആദ്യത്തെ എഡിറ്ററാണ് ചങ്ങമ്പുഴ. കവിയായ ചങ്ങമ്പുഴയാണ് മംഗളോദയത്തിന്റെ ആദ്യത്തെ എഡിറ്റർ. ഇനി ഈ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകൾ, മാസത്തിൽ ഒരു തവണ, അതാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ്. അപ്പോ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇതിന്റെ മുഖപത്രം ഏതാണ്? മംഗളോദയം. അതിന്റെ എഡിറ്റർ ആരാണ്? ചങ്ങമ്പുഴ. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈഴവ മഹാസഭയെ കുറിച്ചാണ്. ഡോക്ടർ പൽപ്പു നേതൃത്വം സ്ഥാപിച്ച ഒരു സംഘടനയാണ്. ഡോക്ടർ പൽപ്പു സ്ഥാപിച്ച SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്ന ഡോക്ടർ പൽപ്പു സ്ഥാപിച്ചതാണ് ഈഴവ സഭ. ഇത് തുടങ്ങിയ വർഷം 1896. അതായത് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ, മഹാ ഈഴവ സംഘം അല്ലെങ്കിൽ ഈഴവ മഹാസഭ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഡോക്ടർ പൽപ്പു. ഇനി ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം, ഈ പറയുന്ന മഹാ ഈഴവ സംഘത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ്. 1902 ഈഴവ അസോസിയേഷൻ എന്ന് പറയുന്ന വേറൊരു സമാജം, ഈഴവ സമാജമുണ്ട്. ഇത് മാറിപ്പോവരുതേടാ. ഈഴവ മഹാസഭ ചോദിച്ചാലും എൻ്റെ പൊന്നു പിള്ളേരെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ച് കേൾക്കണം. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ മഹാ ഈഴവ സംഘം, അതാണ് ഡോക്ടർ പൽപ്പു. എന്നാൽ ഈഴവ സമാജം, ഈഴവ അസോസിയേഷൻ, അതാരാന്ന് ചോദിച്ചാൽ TK മാധവനാണ്. ആരാണ്? TK മാധവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഡിഗ്രി ലെവലിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളതാണ്. 1500 രൂപയാണ് ഇതിൻ്റെ ഫീസ്. ഏകദേശം ഒരു 5000 രൂപയാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഫീ ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു ഓഫറിൽ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനൊരു കോഴ്സ്, നമ്മൾ കംപ്ലീറ്റ് സിലബസും റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ തന്നെ SCERTയുടെ ലൈവ് ക്ലാസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതെല്ലാം MCQ എല്ലാം വെച്ചിട്ട് നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഹാജാസ് ക്ലാസ്സസിൻ്റെ പെയ്ഡ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം നമ്മളെപ്പോഴും സ്വപ്നം കാണാറുണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ഏറ്റവും മിടുക്കരായിരിക്കണം, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അത്തരത്തിലൊരു
ടീമിനെയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സുകളിലേക്ക്, അത് ജോഗ്രഫി തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കേരള, ഇന്ത്യൻ, അതേപോലെ വേൾഡ് ജോഗ്രഫി, ഇത് 3 അധ്യാപന പാരമ്പര്യമുള്ള അധ്യാപകർ ആണ് നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അധ്യാപകരുടെ ക്ലാസ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി നമ്മളെ സഹായിക്കും. നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആണ് നമ്മൾ പറഞ്ഞു വരുന്ന ഓരോ ടോപ്പിക്കുകൾ. നമുക്ക് ഒരാൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ടോപ്പിക്ക് അവർ വളരെ ഗംഭീരമായിട്ട് അവർക്ക് നോളജ് ഉള്ളവരാണ്. അപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടി പറയുന്നതോ പഠിപ്പിക്കുന്നതോ അങ്ങനെയല്ല, അവർ നല്ല ആ ടോപ്പിക്ക് അവർ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന SCERT ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്നവരെ കൊണ്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്, ഈ ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം. ഡിഗ്രി ലെവൽ, അതേപോലെ LPUPയുടെയും ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ അതവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്ക് സംസാരിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതായത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ് ഇതിൻ്റെ സ്ഥാപകൻ. പൊയ്കയിൽ കുമാരഗുരുദേവൻ. ഇത് സ്ഥാപിതമായ വർഷം 1909. ഇതിൻ്റെ ആസ്ഥാനം തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും പഠിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ പഠിക്കണം, അതിൻ്റെ മുഖപത്രങ്ങൾ പഠിക്കണം. ഇതിൻ്റേത് ആദിയാർ ദീപം എന്നാണ്, ആദിയാർ ദീപം. ഇനി ഈ പറയുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. ഈ കുമാര ഗുരുദേവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അപരനാമമാണ്. അദ്ദേഹത്തിൻ്റെ പേര് പൊയ്കയിൽ യോഹന്നാൻ എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ പൊയ്കയിൽ കുമാര ഗുരുദേവൻ എന്നാണ്. ഇത് ഈ ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത് 1909. ഇതിൻ്റെ ആസ്ഥാനം ഇരവിപേരൂർ, അതായത് തിരുവല്ലയിലാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. കുമാര ഗുരുദേവൻ, ആ പേര് മറക്കരുത്, കുമാര ഗുരുദേവൻ. ഇനി നമുക്ക് പറയാനുള്ളത് NSSനെ കുറിച്ചാണ്, നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ചാണ്. ഇത് സ്ഥാപിക്കപ്പെട്ട വർഷം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1914 ഒക്ടോബർ 31 ഇത് സ്ഥാപിക്കപ്പെട്ടത്. NSS സ്ഥാപിക്കപ്പെട്ടത്. NSSന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ, എന്നാൽ ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പനാണ്. ഇത് രണ്ടും യമണ്ടൻ ചോദ്യങ്ങളാണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ, ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പനാണ്. ആദ്യകാല പേര്, അതായത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് നായർ ഭൃത്യജന സംഘം എന്നാണ്. ഭൃത്യജന സംഘം എന്നാണ് NSSലെ ഏറ്റവും പ്രധാനപ്പെട്ട. അതിപ്പോൾ വർഷം പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ നായർ ഭൃത്യജന സംഘം പിന്നീട് NSS ആയി മാറുകയായിരുന്നു. അങ്ങനെ ഒരു പേര് സ്വീകരിച്ചത് 1915 14 രൂപീകരിക്കപ്പെട്ടത്. രൂപീകരിക്കപ്പെടുന്ന സമയത്ത് നായർ ഭൃത്യജന സംഘം എന്നത് പിന്നീട് NSS എന്ന് പേര് മാറ്റി. അത് 1915 ജൂലൈ 11 ഇവരുടെ മുഖപത്രം സർവീസസ് ആണ്. മംഗളോദയം ഓർമ്മയുണ്ട്. ഇതുപോലെ ഓരോ മുഖപത്രങ്ങളും പഠിക്കണം. നമ്മൾ ഇതിനകത്ത് വർഷങ്ങൾ പഠിക്കണം, എല്ലാ വർഷങ്ങളും വ്യക്തമായി പഠിക്കണം. സ്ഥാപകരുടെ പേര് പഠിക്കണം. അതിനെന്തെങ്കിലും ആ സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ ആ പ്രത്യേകതകൾ പഠിച്ച് നമ്മൾ മനസ്സിനോട് പറയണം, നമ്മുടെ മനസ്സിനോട് പറയണം, ഞാൻ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്, ആ ടോപ്പിക്ക് മറക്കാതിരിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം എൻ്റെ ബ്രെയിനെ നിനക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ നമ്മുടെ മനസ്സിനോട് സംസാരിക്കണം. നീ ഇന്നൊരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്, നീ ഇത് മറക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. APPLE ആപ്പിൾ എന്ന് പറയുന്നത് ഒരു തവണ എഴുതിയത് കൊണ്ടല്ല നമ്മൾ പഠിച്ചത്, ഒരുപാട് തവണ എഴുതിയത് കൊണ്ടാണ് പഠിച്ചത്. എന്തുകൊണ്ടാണ് ചിലതെല്ലാം മറക്കുന്നത്, ചിലതൊന്നും മറക്കാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും കാണുന്നത്, നമ്മളെപ്പോഴും അനുഭവിക്കുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് ഇതൊരിക്കലും നമ്മൾ മറക്കൂല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ബ്രെയിനിനുണ്ട്. നമ്മുടെ ബ്രെയിനിൽ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം മെമ്മറി, 2 ലോങ് ടേം മെമ്മറി. നിങ്ങൾ നിരന്തരമായി വായിക്കൂ, അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ വായിക്കൂ. എല്ലാ ദിവസവും വായിക്കണം എന്ന് പറയുന്നത് റോങ് മെത്തേഡാണ്. അത് വേണ്ട. നമ്മൾ കൃത്യമായ ഇടവേളകളിൽ വായിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ മറക്കും. യൂട്യൂബിൽ ഇതാണ് സംഭവിച്ചത്. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരാതിരുന്നപ്പോൾ ആൾക്കാർ എൻ്റെ മുഖം മറന്നുപോയി. അപ്പോൾ
പണ്ട് 10Kയും 20K ഒക്കെ ഒരു ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഇന്ന് ഒരാഴ്ച കഴിഞ്ഞാലും 1K പോലും വ്യൂ വരുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ കാണുന്നത് അവർ കണ്ടില്ല, അപ്പോൾ അവർ മറന്നുപോയി. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെയും അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ കാണാതിരുന്നാൽ മറന്നുപോകും. അത് മാനുഷികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റെഗുലർ ഇൻ്റർവെല്ലുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. മറക്കും എന്ന് തോന്നൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ കൊടുക്കരുത്. എനിക്കറിയാം, എന്നാൽ കൃത്യമായി നിങ്ങൾ പഠിക്കുകയും വേണം. അറിയാമെങ്കിൽ ഒരു 5 ദിവസം 6 ദിവസം കൂടുമ്പോൾ ഒരു ഒറ്റത്തവണ ഒന്ന് വായിച്ചു കൊടുക്കണം. മറക്കൂല, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.